കഴിഞ്ഞ 1.5 മാസമായിട്ട് ലോകം മുഴുവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഫ്രാൻസിന് ആര് കൂച്ചുവിലം കിട്ടും? ഇവരെ ആര് തടയും? അതൊരൊറ്റ മത്സരം കൊണ്ട് ആ സംശയങ്ങൾക്ക് മുഴുവൻ അറുതി വരുത്തി. ഞങ്ങളല്ലാതെ വേറെ ആര്? അതാണ് സ്പെയിൻ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ലോകകപ്പിൽ ശങ്കിച്ച് തുടങ്ങിയവരാണ് സ്പെയിൻ. സമനിലയിൽ തുടങ്ങി പലപ്പോഴും സംശയങ്ങളായിരുന്നു. പലപ്പോഴും ജയിക്കാൻ അവസാന നിമിഷം ഗോളുകൾ വേണ്ടി വന്നു. ഒരു സൂപ്പർ സബ് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ ഒരു സൂപ്പർ സബ്ബും വേണ്ടി വന്നില്ല. ശരിക്കും സുപ്രീമസി അതാണ് നമുക്ക് പറയേണ്ടത്. സമ്പൂർണ്ണ മേധാവിത്വം നമ്മൾ പറയില്ലേ, ശരിക്കും ടിക്കി ടാക്കയുടെ ഒരു പൊസഷനും എന്താ പറയുക, ആക്രമണ ഫുട്ബോളിൻ്റെ ചടുല വേഗവും രണ്ടും കൂടി സന്നിവേശിപ്പിച്ച് ശരിക്കും ഫ്രാൻസിനെ ഇല്ലാതാക്കി. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ശക്തരായിട്ടുള്ളൊരു ഫ്രാൻസ് ആണോ ഇത്? അവർക്ക് പന്ത് കിട്ടുന്നില്ല. എംബാപ്പയൊക്കെ ശരിക്കും പന്ത് കിട്ടാതെ തെക്ക് വടക്ക് നടക്കുക എന്ന് പറയും, തെക്ക് വടക്ക് ഓടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഫ്രാൻസിനെ അടിമുടി മുക്കിക്കളഞ്ഞു. മറുപടിയില്ലാത്ത 2 ഗോളുകൾ തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിലെത്തിയത്. അത് 16 വർഷത്തിന് ശേഷമുള്ളൊരു ഫൈനൽ പ്രവേശം. 2010 ലോകകപ്പ് നേടിയതിന് ശേഷം നമ്മൾ സ്പെയിനെ ചിത്രത്തിലേ ഇല്ല. നമ്മൾ ചോദിച്ചു സ്പെയിൻ എന്ത് സംഭവിച്ചു, ടിക്കറ്റാക്കൊക്കെ എന്ത് സംഭവിച്ചു, ആ പൊസഷൻ ഗെയിമിന് എന്ത് സംഭവിച്ചു. പക്ഷേ ഈ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നില്ല. അവർ ഈ 16 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസത്തെ കളിയാണ് തോന്നുന്നു സ്വരുക്കൂട്ടി വെച്ചത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങിയവരാണ്. പക്ഷെ ഓരോ കാലത്തിലും അവരിങ്ങനെ താളം മുറുക്കി താളം മാറ്റി, ശ്രുതി മാറ്റി, അതിങ്ങനെ വേഗം മാറ്റി അങ്ങനെ വന്നിരിക്കുകയാണ്. ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ശരിക്കും കണ്ടു സ്പെയിൻ്റെ ഒരു മാറ്റം. അത് ഫ്രാൻസിനടുത്തെത്തിയപ്പോൾ സമ്പൂർണ്ണമായി. ഈ ഫ്രാൻസ് ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ അർജൻറ്റീനയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടോ ഇവരെന്ത് ചെയ്യും? ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ അർജൻറ്റീനയുടെയും ഇംഗ്ലണ്ടിനെയും കോച്ചസ് അടുത്ത സെമിയെക്കുറിച്ചായിരിക്കില്ല. അഥവാ ഫൈനലിൽ എത്തിയാൽ ഈ സ്പെയിനിന് എങ്ങനെ കൂച്ചുവിലം കിട്ടും? അത്ഭുതകരമായൊരു പരിവർത്തനമാണ് സ്പെയിൻ നടത്തിയിരിക്കുന്നത്. അത്ഭുതകരമായൊരു മത്സരം, ശരിക്കും ഗംഭീരമായൊരു മത്സരം. നമ്മൾ ഈ ലോകകപ്പിൽ കണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളിയാണ് ശരിക്കും നമ്മളിന്ന് കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ രസം എന്താണെന്ന് വെച്ചാൽ യൂറോ കപ്പിലും യൂറോപ്യൻ നേഷൻസ് കപ്പിലും ഒക്കെ സെമി ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. അതൊരു ഹാട്രിക്കായി. ശരിക്കും മൂന്നാമതും ഒരു സെമിയിൽ ഏറ്റുമുട്ടിയ സമയത്ത് അതിൻ്റെ ഒരു കടമ്പ കടക്കാൻ ഫ്രാൻസിന് സാധിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഈ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും, എന്താ ശരിക്കും ഫ്രാൻസിന് സംഭവിച്ചത്? സ്പെയിൻ ടീം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്പെയിൻ എപ്പോൾ കളിക്കുകയാണെങ്കിലും സ്പെയിൻ കളിക്കുന്ന രീതി ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. അതായത് കൃത്യമായിട്ട് നമ്മൾ ബുക്കിൽ വരച്ച് പഠിച്ച പോലെയാണ്, പഠിപ്പികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഫുട്ബോളാണ് സ്പെയിൻ പുറത്തെടുക്കാറ്. കൃത്യമാണ്. അതായത് എന്താണ് ഓപ്പോസിഷൻ ടീമിന് വേണ്ടി തയ്യാറാക്കുന്ന തന്ത്രം, അതിന് ഒരണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ അവർ കളിക്കും. അത് തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, ഈ വേൾഡ് കപ്പ് കണ്ട ഏറ്റവും മികച്ച ആക്രമണ നിരയാണ് ഡുവയും ഒലീസയും ഡെംബലയും എംബാപ്പയും ചേർന്നിട്ടുള്ള ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര. ഇന്ന് പക്ഷേ ഫസ്റ്റ് 11-ൽ ഡുവയ്ക്ക് പകരം ബാർക്കോളയാണ് വന്നത്. പക്ഷേ എന്നാലും ഈക്വലി, അതായത് ഫ്രാൻസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ ബെഞ്ചിലിരിക്കുന്നവർ ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി എംബാപ്പയ്ക്ക് ഇന്ന് പന്ത് ശരിക്ക് കാലിൽ കിട്ടിയില്ല. കൃത്യമായിട്ടൊരു ഷോട്ട് എടുക്കാൻ പോലും കാലിൽ കിട്ടാത്ത അവസ്ഥ സ്പെയിൻ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സ്പെയിൻ്റെ വിജയം. ഡെംബലെ, ഒലീസെ അവസാനം പിൻവലിക്കേണ്ടി വന്നു. ശരിക്കും ഈ ലോകകപ്പിൽ ഉടനീളം ഫ്രാൻസിൻ്റെ കളി നിയന്ത്രിച്ചിരുന്നത് ഒലീസയായിരുന്നു. ഒലീസയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അത്ഭുത 3 വെടിമരുന്ന് ഒരു നിരത്തി വെച്ചൊരു വെടിമരുന്ന് ശാലയ്ക്ക് മുകളിൽ ഒന്നിച്ചൊരു വെള്ളം കോരി ഒഴിച്ചൊരു അവസ്ഥയായിരുന്നു ഫ്രാൻസിന്. കൃത്യമായിട്ട് മാർക്കിംഗ് ആയിരുന്നു അത്. ശരിക്കും നമ്മളെ 2 പേരുകൾ ഇന്നത്തെ സ്പെയിൻ്റെ മത്സരത്തിൽ നമ്മൾ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ഒന്ന് റോഡ്രി, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന റോഡ്രിയും, സെൻറ്റർ ബാക്ക് പാവു കുബാർസിയും, 19 വയസ്സുകാരൻ പാവു കുബാർസിയും. ഈ വേൾഡ് കപ്പിലെ എമേർജിംഗ് പ്ലെയർക്കൊരു പുരസ്കാരമുണ്ടെങ്കിൽ എന്തായാലും അതിന് മുൻപന്തിയിൽ തന്നെ മിക്കവാറും പുരസ്കാര ജേതാവും ഒരു പക്ഷേ കുബാർസി ആയിരിക്കും. കാരണം ഇന്നത്തെ ഒരു മാച്ചോടെ കുബാർസി ഇത് പ്രൂവ് ചെയ്തു. കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കുബാർസി ഇത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ് തൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ളത് കുബാർസി പ്രൂവ് ചെയ്യുകയാണ്. ഇന്ന് എംബാപ്പേനെ പോലെ, കാരണം ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള, കാരണം ഒരു 30-70 ചാൻസ് പോലും ഗോളാക്കാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറെയാണ് ഇന്ന് കൃത്യമായിട്ട് പൂട്ടിയത്. കാരണം എംബാപ്പയുടെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഹാഫ് സ്പേസ് അടച്ചിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ മാച്ച് സ്പെയിൻ്റെ മാച്ചൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിങ്ങുകളിലൂടെ 2 വിങ്ങുകളിലൂടെയും നമ്മൾ കുക്രയും എന്താ പറയുക പെഡ്രോ പോറോയും കയറുന്നതും അവരെ ഓവർലാപ്പ് ചെയ്യുന്നതും യമാലും ബയേനയും കൃത്യമായിട്ട് കളിക്കുന്നതും വിങ്ങിൽ ക്രോസ് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിങ്ങിൽ അങ്ങനെ യമാലിനൊന്നും അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഫ്രാൻസ് യമാലിനെതിരെ കൃത്യമായിട്ടൊരു തന്ത്രം വരഞ്ഞ സമയത്ത് ഇവർ മറന്നുപോയത് ഓപ്പോസിഷൻ ടീം കൃത്യമായിട്ട് എങ്ങനെ തങ്ങളുടെ ഫ്രണ്ട് ലൈനേഴ്സിനെ പൂട്ടും എന്നുള്ളതാണ്. അതാണ് കൃത്യമായിട്ട് ഇന്ന് നടന്നത്. കാരണം ശരിക്കും മധ്യനിരയിൽ തന്നെ ഫ്രാൻസിനെ ഒരു പൂട്ടിക്കളഞ്ഞു. അതായത് മിഡ്ഫീൽഡ്, അതായത് സ്പെയിൻ്റെ എക്കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സ്പെയിൻ്റെ മിഡ്ഫീൽഡാണ്.
ആ മിഡ്ഫീൽഡാണ് ശരിക്കും ഇന്ന് മത്സരം ജയിപ്പിച്ചത്. ഫാബിയൻ റൂയിസ് ഞാൻ എന്താ പറയുക, ഡാനി ഓൾമോയും ഫാബിയൻ റൂയിസും വന്ന സമയത്ത് ഞാൻ നമ്മൾ കരുതിയത് ഈക്വലി നമ്മൾ ബെൽജിയത്തോട് കണ്ട പോലെ ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ പക്ഷേ മാച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരേപോലെ തിളങ്ങുന്ന ഒരു സ്പാനിഷ് ടീമിനെയാണ്. എങ്ങനെ അച്ചടക്കത്തോടെ പന്ത് തട്ടണം, എന്താണ് ക്ഷമ, ഈ ഗ്രൗണ്ടിൽ വേണ്ട ക്ഷമ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നു. ആ ക്ഷമയും ആ അച്ചടക്കത്തോടെയുള്ള കളിയുമാണ് ഇന്ന് അവരെ ജയിപ്പിച്ചത്. ശരിക്കും ഒരു സ്ട്രക്ചറൽ ഗെയിമാണ്. അവരുടെ ഒരു സ്ട്രക്ചറുണ്ട്, ആ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഒരു സ്ട്രക്ചർ. ഒരു കടുകിട്ട വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു ചലനം പോലും, അതിലൊരു അപഭ്രംശം പോലും ഉണ്ടായിട്ടില്ല. അത്ര കൃത്യമായിട്ട് ആ സ്ട്രക്ചർ അവർക്ക് കളിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ സ്പെയിൻ്റെ കളി നോക്കുകയാണെങ്കിൽ നമുക്ക് 1-2 തവണ സ്പെയിനിന് മിസ്റ്റേക്ക് പറ്റിയത്, കാരണം ആ ഡിഫൻസീവ് സ്ട്രക്ചർ പൊളിഞ്ഞു പോകുന്നത് നമ്മൾ 1-2 തവണ കണ്ടു. പക്ഷേ ആ ചാൻസ് പോലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സമ്മതിക്കുന്നില്ല. ഫ്രാൻസിനെയോ അല്ലെങ്കിൽ എംബാപ്പേനെയോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൂടെ നമ്മൾ കണ്ടു. ഉനായ് സിമോണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിന്ന് നോക്കുമ്പോൾ ഡേവിഡ് റായും, ആഴ്സണലിൻ്റെ ഡേവിഡ് റായും ബാഴ്സലോണയുടെ ഇവാൻ ഗാർസിയനെയും മറികടന്നിട്ടാണ് സിമോൺ വരുന്നത്. കാരണം സിമോൺ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ കുറേ ടൂർണമെൻറ്റുകളായിട്ട് സ്പെയിൻ്റെ 1-ാം നമ്പർ ഗോൾ കീപ്പറാണ്. പക്ഷേ ഉനായ് സിമോൺ സ്ഥിരമായിട്ട് വരുന്നത്, ഇപ്പോൾ അത്ലറ്റിക്കിൽ കളിക്കുമ്പോൾ സമയത്താണെങ്കിൽ പോലും സിമോൺ സ്ഥിരമായിട്ട് വരുത്തുന്ന പിഴവുകൾ നമ്മളിന്ന് കണ്ടു. കാരണം ലൈനിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റി, അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റാതെ ഓപ്പോസിഷന് ചാൻസ് കിട്ടുന്നതും കണ്ടു. ആ ചാൻസ് പോലും ഫ്രാൻസിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്, കാരണം അവരുടെ കോൺഫിഡൻസ് ആ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ തന്നെ ഫ്രാൻസിൻ്റെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കാൻ സ്പെയിനിന് സാധിച്ചു എന്നുള്ളത്. സ്പെയിൻ്റെ മിഡ്ഫീൽഡിനെയാണ് അതിന് കൈയടി കൊടുക്കുന്നത്. എല്ലാ നാടി ഞരമ്പുകളും മുഴുവൻ അവർ അറുത്തു മുറിച്ചു കളഞ്ഞു. സപ്ലൈ ചാലുകൾ മുഴുവനും മുറിച്ചു. ലീസയ്ക്ക് എവിടേക്കും പന്ത് എത്തിക്കാൻ സാധിക്കുന്നില്ല. അവർ കാഴ്ചക്കാർ ആ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ യമാലും ഒരു തരത്തിൽ കാഴ്ചക്കാരനായിരുന്നു എനിക്ക് തോന്നുന്നു. യമാലിനും കാര്യമായിട്ട് ഇന്ന് വലിയൊരു സംഭാവന നൽകാൻ സാധിച്ചില്ല, ആ പെനാൽറ്റി ഒഴികെ. കറക്റ്റ് വിങ്ങിലൂടെ ഞങ്ങൾ കയറുന്നില്ല, വിങ്ങിലൂടെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു സ്പെയിൻ്റെ നയം ശരിക്കും. കാരണം സെൻട്രൽ മിഡ്ഫീൽഡിലും എന്താ പറയുക ഹാഫ് സ്പേസിലും മാത്രമായിരുന്നു കളി. കാരണം ഈ നമ്മൾ ഒലീസയാണ് ഇവരുടെ ഈ പാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു 90% സിംഹഭാഗവും ഒലീസയിൽ നിന്നാണ്. അപ്പം ആ കൃത്യമായിട്ട് ഒലീസേനെ ബ്ലോക്ക് ചെയ്തു, ഒലീസയിൽ നിന്നുള്ള കണക്ഷൻസ് കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തു. അവിടെയാണ് നമ്മൾ റോഡ്രിയുടെ ഒരു ഇൻ്റർസെപ്ഷൻസ്, റോഡ്രിയുടെ മത്സരത്തിലുടനീളം റോഡ്രിയുടെ ഇൻ്റർസെപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ടാക്ലിംഗ്. അതെ, അതുപോലെ ഏറെ രസം എന്ന് വെച്ചാൽ ഇന്ന് ഗോൾ അടിച്ചിരിക്കുന്നത് സ്പെയിൻ്റെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബാക്കാണ്, പെഡ്രോ പോറോ. ആ ഗോള് ശരിക്കും പറഞ്ഞ ഒരു സെറ്റ് പീസ് ഗോളല്ല, ഫീൽഡ് ഗോളാണ്. അത് മനോഹരമായൊരു ഗോൾ വരുന്നു. കാരണം ഈ സ്പെയിൻ്റെ 2 വിങ് ബാക്ക് നോക്കുകയാണെങ്കിലും, ഇപ്പം കുക്രിയനെ നോക്കുകയാണെങ്കിലും പെട്രോ പോറോനെ നോക്കുകയാണെങ്കിലും, അവർ അറ്റാക്കിങ്ങിൽ അവർ കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ എനർജിയും ഒരു എക്സ്ട്രാ മാൻ പവറും ഉണ്ട്. അത് ശരിക്കും നമ്മൾ ഇന്ന് കണ്ടു. കാരണം പോറോൻ്റെ ഒരു 1-on-1, പോറോയും ഡാനിയോൾമോയും തമ്മിലുള്ള ഒരു 1-on-1 റണ്ണാണ് ശരിക്കും ആ ഗോൾ കലാശിക്കുന്നത്. നമ്മൾ സ്പെയിൻ്റെ മത്സരങ്ങൾ നമ്മൾ മുൻപേ കാണുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവരുടെ കളിയുടെ ഒരു അജിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഓപ്പോസിഷൻ ഡിഫൻസിന് എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ, കാരണം ഓൾമോൻ്റെ ആ ബാക്ക് ഹീൽ പാസ്, പലരുടെയും ബാക്ക് ഹീൽ പാസ് നമ്മളിന്ന് കണ്ടാണ്. അതാണ് കാരണം ആ എവിടേക്ക് എങ്ങനെ ഏത് ആംഗിളിൽ പന്ത് വരും എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഓപ്പോസിഷൻ ടീമിന് ഡിഫൻസിനും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് പല പന്തുകളും വരിക. അതിന് ഫ്രാൻസ് ഒരു പക്ഷേ സ്പെയിൻ പതിവ് പൊസിഷൻ ഗെയിം കളിക്കുകയും അതിൽ കൂടി നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ കൗണ്ടർ അറ്റാക്ക് എനിക്ക് തോന്നുന്നു ബാർക്കോളനെ ഇറക്കിയതിൻ്റെ ഒരു റീസണും ചിലപ്പോൾ അതായിരിക്കാം. കാരണം കുറച്ചും കൂടെ സ്പീഡിയാണ് ബാർക്കോള, എന്താ പറയുക, വിങ്ങിലെ സ്പേസ് മുതലെടുത്ത്. കാരണം ഇപ്പം നമുക്ക് ഫ്രാൻസിൻ്റെ 2 വിങ്ങർമാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് യാതൊന്നും ഒരു നെഗറ്റീവ് പറയാനില്ലാത്ത വിങ്ങർമാരാണ്. പക്ഷേ റൈറ്റ് വിങ്ങിൽ ഡെമ്പലയ്ക്കും ഒന്നും യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെയും ബാർക്കോള കുറച്ച് ഓവർലാപ്പിംഗ് റണ്ണുകൾ നടത്തിയെങ്കിൽ പോലും കൃത്യമായിട്ട് എന്താ പറയുക ടാർഗറ്റ് ചെയ്യാനും പറ്റിയില്ല. കൃത്യമായിട്ട് ആ സെൻട്രലിൽ കുബാർസി കൃത്യമായിട്ട് എംബാപ്പേനെ പൂട്ടുകയും ചെയ്തതോടുകൂടി അതിലൊരു ചാൻസ് ഇല്ലാതായി. പിന്നെ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ വന്നേ ഉള്ളൂ, അതൊന്നും ഗോളൊന്നും ഉറപ്പിക്കാവുന്ന ഒരു ഷോട്ട് ശരിക്കും. ഇപ്പം നമ്മൾ മാച്ച് സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മത്സരം കഴിഞ്ഞ് മാച്ച് സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോട്ടുകളിലൊക്കെ മുമ്പിൽ, ടാർഗറ്റ് ഷോട്ടുകൾ മുമ്പിൽ ഫ്രാൻസാണ്. പക്ഷേ അത് അവർക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ബെൽജിയത്തിനെതിരെയുള്ള മത്സരം കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫ്രാൻസിന് തന്ത്രം മാറ്റാൻ സാധിക്കുമായിരുന്നു. ഏകദേശം അങ്ങനെയായിരുന്നു. കാരണം ആ പേസ് ഉണ്ടാവും സ്പെയിൻ്റെ കളിക്കുക എന്നുള്ളത്, ആ അറ്റാക്കിംഗ് മോഡ് ഉണ്ടാവും സ്പെയിൻ്റെ കളിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഫ്രാൻസ് പ്രതീക്ഷിച്ചിരിക്കാം. അതുകൊണ്ടാണ് ചൗമനീനെ
11 കൊണ്ടുവന്നത്. ഈ ചൗമനി ഇഞ്ചേർഡ് ആയിട്ടാണ് കഴിഞ്ഞ കളിയൊക്കെ മാറ്റി നിർത്തിയത്. ചൗമനിക്കും റാബിയോട്ടിനും മിഡ്ഫീൽഡിൽ കാര്യമായിട്ട് ഇന്ന് യാതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എങ്ങനെയാണോ ഹാഫ് സ്പേസ് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്, ആ ഫാബിയാൻ റൂയിസിന്റെ കാരണം പല ആൾക്കൂട്ടമാണ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത്, ശരിക്കും ഒരു ആൾക്കൂട്ടം വരുന്നത്. എവിടെയും ഗ്യാപ്പ് സ്പെയിൻ കൊടുത്തില്ല. മാത്രം അവർ പന്ത് തിരിച്ചു പിടിക്കുന്നതും ശരിക്കും ഭയങ്കര രസകരമായിട്ട് കാഴ്ചയായിരുന്നു. അതെ, കാരണം ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക, ബോൾ റിട്രീവ് ചെയ്യുന്നതിൻ്റെ, അതായത് കൗണ്ടർ പ്രസ്സിങ്ങും ബോൾ റിട്രീവ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും പെട്ടെന്ന്, അതായത് ഏകദേശം എനിക്കൊന്ന് 14-13 സെക്കൻഡിനുള്ളിൽ ബോൾ റിട്രീവ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് സ്പെയിനുള്ളത്. അത് നമ്മളിന്ന് പലപ്പോഴും കണ്ടതാണ്. കാരണം പൊസിഷൻ വിട്ടിട്ടാണെങ്കിൽ പോലും കൃത്യമായി കൗണ്ടർ പ്രസ് ചെയ്തിട്ട്, കൗണ്ടർ പ്രസ് ചെയ്യുന്നതിന് ഒരു ഏറ്റവും വലിയ ഒരു ഒരു റിസ്ക്കും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ സ്ട്രക്ചർ പെട്ടെന്നൊരു കൗണ്ടർ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ത്രൂ പാസോ, അന്ന് 2-3 ഇൻസിഡൻറ്റ് നമ്മളിന്ന് കണ്ടതാണ്. അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിട്ട് പോലും ആ കൗണ്ടർ പ്രസ് നിർത്താതെ അവർ കളിച്ചതാണ്. ആ കൗണ്ടർ പ്രസ്സിലാണ് ശരിക്കും ഫ്രാൻസിൻ്റെ കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നത്. കൃത്യമായിട്ട് ത്രൂ ബോൾ കാര്യങ്ങളൊന്നും വരാതെ ആയതോടുകൂടി അവർ ഫ്രസ്ട്രേറ്റഡ് ആയി. എംബാപ്പെ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഗോളിയെ ഫൗൾ ചെയ്തിട്ട് ഒരു യെല്ലോ കാർഡ് വാങ്ങുന്നത് നമ്മൾ കണ്ടു. ഫ്രസ്ട്രേഷൻ ആയിരുന്നു എംബാപ്പയ്ക്ക്. കാരണം ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എംബാപ്പെ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് അറിയില്ല. പന്ത് ദൂരേക്ക് അടിക്കുന്നു, ആകെ അസ്വസ്ഥനായിരുന്നു. കാരണം എംബാപ്പയ്ക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി, കാരണം ഇനി അങ്ങോട്ടൊരു വഴി മുന്നിലില്ല. കാരണം അവർ പൂർണ്ണമായിട്ട് കൊട്ടിയടച്ചു. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസ് ഈ കൗണ്ടർ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ കുറെ ഗ്യാപ്പുകൾ ഇപ്പോൾ ഓൽമോക്ക് 1-2 മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഗ്യാപ്പുകൾ പോലും ഫ്രാൻസിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അവിടെയാണ് നമ്മൾ ഈ റോഡ്രിയുടെ ഇന്റർസെപ്ഷൻസ് കാണേണ്ടത്. കാരണം കൃത്യമായിട്ട് ആ പൊസിഷനിൽ റോഡ്രി ഉണ്ടാവും. നമ്മൾ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ മെക്കലേലേൻ്റെയും എൻഗോളോ കാന്റേൻ്റെയും കാര്യമൊക്കെ പറയും. കാരണം ഇവരെ നമ്മൾ ഗെയിം കാണുമ്പോൾ ഇവർക്ക് എന്താണ് റോള് എന്നുള്ളത് നമ്മൾ അറിയില്ല. പക്ഷേ ഇവരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സെർജിയോ ബുസ്കറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നിങ്ങൾ മാച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് സെർജിയോ ബുസ്കറ്റ്സിനെ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ സെർജിയോ ബുസ്കറ്റ്സിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മത്സരം മുഴുവൻ കാണാം എന്നുള്ളത് പോലെ തന്നെയാണ് റോഡ്രി. ശരിക്കും റോഡ്രിക്ക് വലിയൊരു കൈയടി കൊടുക്കണം ഈ ഫ്രാൻസിനെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞതിൽ. അതുപോലെ ഈ മുന്നേറ്റങ്ങൾ കരുപിടിപ്പിക്കുന്നതിൽ ശരിക്കും ഓൽമോ വലിയ പങ്കാണ് ശരിക്കും വഹിച്ചിരിക്കുന്നത്. റണ്ണിൽ ഇപ്പം എന്താ പറയുക, ഒയർസബാലിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പേരാണ്. കാരണം സ്പെയിൻ്റെ ഒരു കളിശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ 11 ആളും ഒരുമിച്ച് അല്ലെങ്കിൽ 10 ആളും ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങും എന്നുള്ളതാണ്. ഫ്രാൻസിന് ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്കും അതാണ്. കാരണം എംബാപ്പെ ബോൾ റിട്രീവ് ചെയ്യാൻ വേണ്ടി അധികം ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒയർസബാൽ നമ്മളിന്ന് ഡിഫൻസിൽ വരെ കണ്ടു. കാരണം ഉനായ് സിമോൺ ഒരു ബോൾ തട്ടി ആറ്റാൻ നോക്കിയിട്ട് അത് ഹെഡ് ചെയ്ത് മാറ്റുന്ന ചെറിയ അവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് ഒയർസബാലിന്റെ കയ്യിൽ നിന്നാണ്. പക്ഷെ ഇപ്പോഴും സ്പെയിനിൽ ഈ ടൂർണമെന്റിലുടനീളം നമ്മൾ കണ്ടൊരു പോരായ്മ ഈ ഇതിലുണ്ട്. ഒയർസബാൽ ശരിക്കും ഒരു സ്ട്രൈക്കറുടെ റോൾ എത്രമാത്രം നിർവഹിക്കുന്നു എന്നുള്ളത് സംശയമാണ്. കാരണം ഒന്ന് പെനാൽറ്റി ഗോളാണ്, പിന്നെ രണ്ടാമത്തത് ഗോൾ അടിച്ചിരിക്കുന്നത് ഡിഫൻഡറാണ്. അപ്പോൾ ഇനി ഫൈനലിലും ഈ മിഡ്ഫീൽഡിലെ കളി വന്നാലും ഈ ഫൈനൽ അവസാനത്തെ ടച്ചിൽ കാര്യത്തിൽ സ്പെയിന് ചെറിയൊരു പോരായ്മ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പെയിനിന്റെ ഇപ്പം ഫ്രാൻസിനെ നമ്മൾ ഇതിൽ 2-1 യൂറോ കപ്പ് സെമിയിൽ തോൽപ്പിക്കുന്നത്. 5-4 നേഷൻസ് ലീഗിൻ്റെ സെമിയിൽ തോൽപ്പിക്കുന്നത്. നേഷൻസ് ലീഗിൻ്റെ സെമി നോക്കുകയാണെങ്കിൽ 4-0 മുന്നിലെത്തിയതിന് ശേഷമാണ്. കാരണം ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്പെയിൻ. നമ്മളും വിചാരിച്ചു സ്പെയിൻ എന്താണ് ഇങ്ങനെ കളിക്കുന്നത് എന്നുള്ള വിചാരിച്ചു. കാരണം സ്പെയിൻ്റെ മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ വലിയ മാർജിനിലൊന്നും. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ സ്പെയിൻ, അതായത് സൗദിനോട് ഇപ്പോൾ ഗ്രൂപ്പിൽ നടന്ന സെക്കൻഡ് മാച്ചിൽ 4-0 ജയിച്ചതും ഓസ്ട്രിയനോടുള്ള മാച്ച് 3-0 ജയിച്ചതാണ് അവർ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള മാച്ചുകൾ. ബാക്കിയൊക്കെ എങ്ങനെയാണ് ഓപ്പോസിഷനെ മനസ്സിലാക്കി കൃത്യമായിട്ട്. ഇപ്പോൾ ബെൽജിയത്തിനെതിരായ മാച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. കാരണം ഇത്രയും മാച്ചസ് ആയിട്ട് സെമി വരെയുള്ള ഗ്രൂപ്പിലെ 3 മാച്ചസും റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16 ഇപ്പം ക്വാർട്ടറും സെമിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ഒരു ഗോളാണ് സ്പെയിൻ്റെ വലയിൽ എത്തിയിട്ടുള്ളത്. അതന്നെ അവരുടെ ഡിഫൻസിൻ്റെ ഒരു ടീമിൻ്റെ ഡിഫൻസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ്. ശരിക്കും കേപ്പ് വെർദേക്ക് ശരിക്കും അഭിമാനിക്കാം. കാരണം ഒരു ഫൈനലിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു പക്ഷേ നാളത്തെ ചാമ്പ്യനെ ഞങ്ങൾക്ക് ഗോൾ രഹിത സമനിലയിൽ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ കേപ്പ് വെർദേയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലത്തും തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയായിരിക്കും. ഈ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് അറിയാം ശരിക്കും പീക്ക് ചെയ്തിട്ട് ടൂർണമെൻറ്റ് വരുന്ന ടീമും ടൂർണമെൻറ്റിൽ റൺ ചെയ്തിട്ട് പീക്ക് ചെയ്യുന്ന ടീമും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പെയിൻ അങ്ങനെ ത്രൂ ഔട്ട് ടൂർണമെൻറ്റിൽ ഓരോ കളിയിലും പീക്ക് ചെയ്ത ശരിക്കും ടീമാണ്. കാരണം കേപ്പ് വെർദേനോട് നമ്മൾ വരുന്നു, കാരണം ഭയങ്കര എന്താ പറയുക, ടൂർണമെൻറ്റ് ഫേവറേറ്റുകളായിട്ട് വന്നിട്ടുള്ള ടീമാണ്. ഇപ്പോൾ നമ്മൾ പോർച്ചുഗൽ നോക്കുകയാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ടൂർണമെൻറ്റ് ഫേവറേറ്റുകളായിട്ട് വന്നിട്ടുള്ള ടീമാണ്. ഇപ്പം ബാക്കി 2 പേര് വീണ് കഴിഞ്ഞു. സ്പെയിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രോമിസിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ നേഷൻസ് ലീഗിലും യൂറോ കപ്പിലും കണ്ടതുപോലെ ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു കളിയൊന്നും ആയിരുന്നില്ല സ്പെയിൻ്റെത്. കാരണം നിക്കോ വില്യംസിൻ്റെ ഒരു അഭാവം അവരുടെ വിങ്ങുകളുടെ അറ്റാക്കിൽ, വിങ്ങുകളുടെ പേസിലും വിങ്ങിലൂടെ വരുന്ന അറ്റാക്കിലും
നേളിച്ചിരുന്നു. മൊറാട്ടേനെ പോലത്തെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ള ഒരു അഭാവം സ്പെയിനുണ്ടായിരുന്നു. മിക്കൽ ഒയർസബാലാണ്. പക്ഷേ ഈ ഒയർസബാൽ തന്നെയാണ് യൂറോ കപ്പിൽ സ്പെയിന് വേണ്ടിയിട്ട് ഗോൾ അടിച്ചിട്ടുള്ളത്. ഇന്ന് ഗാലറിയിൽ രസകരമായ കാഴ്ചയുണ്ട്. ഇന്ന് കളി കാണാൻ ഉസൈൻ ബോൾട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഉസൈൻ ബോൾട്ട് അബി പറഞ്ഞതുപോലെയാണ്, പതുക്കെ തുടങ്ങി പിന്നെ ശരവേഗത്തിൽ ഫിനിഷ് ചെയ്യുന്ന. പിന്നെ ബോൾട്ടിൻ്റെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പക്ഷേ ഒരു 50 മീറ്ററിന് ശേഷം വേറൊരു ബോൾട്ടാണ്. ശരിക്കും മിന്നൽ പിണരാണ് ബോൾട്ട്. സ്പെയിനും ശരിക്കും ഏതാണ്ട് അതുപോലെയാണ്. കാരണം പതുക്കെ തുടങ്ങി വളരെ എന്താ പറയുക തീവ്രമായ വേഗതയെ ആർജിച്ച് ഫൈനലെത്തിയിരിക്കുന്നു. ഇതേപോലെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2010 ആവർത്തിച്ചുകൂടായിരിക്കില്ല. ഇതിനിടയ്ക്ക് വേറൊന്നും സംഭവിച്ചു. നമ്മളെ എംബാപ്പെ 8 ഗോളടിച്ച് ഗോൾഡൻ ബൂട്ട് ഇങ്ങനെ ലേസ് കെട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എംബാപ്പയുടെ ആ ഒരു സ്വപ്നം പൊലിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഏതായാലും ഇനി പ്രതീക്ഷയില്ല. ഇനി ലയണൽ മെസ്സി ഒരു ഗോൾ അടിച്ചാൽ ആ ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സിക്ക് സ്വന്തമാണ്. മെസ്സിക്ക് ഇനി മുതൽ 1-2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും എംബാപ്പെ ഈ എന്താ പറയുക 8 ഗോളോടുകൂടി മടങ്ങുന്നു എന്നുള്ളൊരു സങ്കടം നമുക്ക് ബാക്കിയുണ്ട്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള സ്ട്രൈക്കർ നമ്മൾ നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ തന്നെയാണ്. ശരിക്കും 22 ഫൈനൽ നോക്കുകയാണെങ്കിൽ എംബാപ്പയെ ഒരൊറ്റ ആളുടെ പെർഫോമൻസ് ആണ് ആ ഗെയിം, ആ ഫൈനൽ അങ്ങനെ ടൈറ്റ് ആക്കാൻ കാരണം. ശരിക്കും ഇന്നും അവരുടെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക കൃത്യമായിട്ട് അങ്ങനെ ഒരു മാച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫോമൻസ് എംബാപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ സ്പെയിൻ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ആണ് വന്നിരുന്നത്. അവർ എന്താണോ കൃത്യമായിട്ട് തന്ത്രം നടപ്പാക്കിയത് അത് മൈതാനത്ത് കൃത്യമായിട്ട് നടപ്പാക്കി. അതിൻ്റെ റിസൾട്ടാണ് ശരിക്കും ഇന്നത്തെ വിജയം എന്നുള്ളത്. എന്തായാലും അമേരിക്ക ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു സ്പാനിഷ് വസന്തത്തിനാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ സ്പാനിഷ് വസന്തത്തിന് കാതോർക്കുന്ന നമ്മുടെ കാതുകളിലേക്ക് വന്ന് വീഴുന്ന 2 ചങ്കിടിപ്പുണ്ട്, ഇംഗ്ലണ്ടിൻ്റെയും അർജൻറ്റീനയുടെയും. അപ്പം നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് ചോദിച്ച പോലെ ഈ സ്പെയിനിനെ എങ്ങനെ തളയ്ക്കും? അർജൻറ്റീനയ്ക്കോ ഇംഗ്ലണ്ടിനോ ഇവരെ തളയ്ക്കാൻ സാധിക്കുമോ? ഈ ലോകകപ്പിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം അതാണ്. $1 മില്യൺ വിലയുള്ള ഒരു ചോദ്യമാണത്.